ഫ്രണ്ട്സ് അടുത്ത് അനിവ ചിന്നറ സ്വൈറ്റ്സ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലേ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ രീതിയിലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെയായിട്ട് കുറച്ച് കുഴപ്പങ്ങളുണ്ടാവും. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോയാൽ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് വേണ്ടത് മണ്ണാണല്ലോ. സോ ഞാൻ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മണ്ണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് അരിച്ചൊക്കെ ഒന്ന് എടുക്കുന്നത് കേട്ടോ. ഓക്കെ ഗേസ്, അപ്പോൾ ഞാൻ ദേ കല്ലും മണ്ണും അതിൽ കളഞ്ഞ് എടുക്കും കേട്ടോ ഗേസ്. കല്ലും മണ്ണും കളഞ്ഞ് കിട്ടുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഗേസ്, ഈ വീഡിയോയിൽ മൊത്തം എൻ്റെ ഐഡിയ അല്ല കേട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മണ്ണെല്ലാം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെയും പോയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് നേരം ഇളക്കിക്കൊണ്ടിരുന്ന ശേഷം ഞാൻ ഒരു പത്രപ്പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് പത്രപ്പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വെച്ച് ഇത് ഒന്ന് മൂടി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കേസ്, ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ഞാൻ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസം കേസ്. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം അപ്പോൾ കേസ്, ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. എൻ്റെ കൂടെ എൻ്റെ അനിയത്തി കസിനാട്ടോ. അപ്പോൾ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എന്താണ് അവസ്ഥ എന്ന് നോക്കിയാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ ഗേസ്. അപ്പോൾ ഇതാണ് അവസ്ഥ. നമുക്കിനി അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. നല്ലതായിട്ട് തെളിനീര് പോലത്തെ വെള്ളമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഗേസ്. നമുക്ക് നല്ല തെളിനീര് പോലെയൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്കിനി അടുത്തതിലോട്ട് പോകാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് നമ്മൾ കണ്ട ആ വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി പോകാം. ഇങ്ങനെയുണ്ട് കേസിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. പിന്നെ നമ്മൾ കോരിക്കളയാനുള്ള സൗകര്യത്തിന് വേണ്ടി സ്ഥലം മാറ്റി വെച്ചു. അപ്പോൾ സ്ഥലം മാറ്റി വെക്കുന്ന സമയത്ത് നല്ല സൂക്ഷിച്ച് കണ്ടു വെക്കുക. അപ്പോൾ നമ്മൾ വെള്ളം കലങ്ങാൻ പാടില്ല. സോ സൂക്ഷിച്ചും കണ്ടും വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ കിങ്ങി മാറിയായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ്. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത് ലാസ്റ്റ് വരുന്ന വെള്ളം നമ്മൾ നല്ല കെയർഫുള്ളി ആയിട്ട് എടുത്തു മാറ്റണം. അല്ലെങ്കിൽ മണ്ണും കൂടി ഇതിനകത്ത് പോകും. കുറച്ച് വെള്ളം അതിനകത്ത് തന്നെ വെക്കണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരുന്ന വെള്ളം വരെ ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാത്തുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നാരും കൂടിയൊക്കെ കാണും കേട്ടോ. പക്ഷെ നമുക്കത് കാടിയാക്കണ്ട, നമുക്കത് പിന്നെ എടുത്ത് കളയാം കേട്ടോ. ഇതിനകത്ത് നിറച്ചും കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഗേസ്, ഇതിൻ്റെ ഇടയ്ക്ക് കല്ലും മണ്ണും അതെല്ലാം ഉള്ളതുകൊണ്ട് ഞാനും കിങ്ങിണിയും കൂടെ അതെല്ലാം പെറുക്കി കളയുന്നുണ്ട്. കാരണം നമ്മളിത് പെറുക്കി കളഞ്ഞില്ലെങ്കിൽ നല്ലതായിട്ട് നമുക്ക് കിട്ടത്തില്ല. കുറേ നേരം എടുത്തിട്ടാണ് ഞങ്ങൾ കല്ലും മണ്ണും എല്ലാം അതിനകത്തുനിന്ന് മാറ്റിയെടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് സ്പീഡിൽ ഇരുന്നുകൊണ്ട് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും കല്ലും മണ്ണുമായിട്ട് വേറെ ആയിട്ട് ഇരുന്നുകൊണ്ട് പിന്നെ വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് മണ്ണായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ അരിപ്പ വെച്ച് അരിക്കുവാണെങ്കിൽ നല്ല സൂപ്പർ മണ്ണായിട്ട് കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള മണ്ണ്. ഇനി നമുക്കൊരു തുണി വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് ഇത്രയും വലിയ തുണിയാണ്. സോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഗേസ്. അങ്ങനെ ഞാൻ തുണിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് പോകാൻ. ഞാൻ മേളിലാണ് ഇരിക്കുന്നത് ഗേസ്. നമുക്ക് നേരെ ഇങ്ങനെ അതിനെ അരിച്ചെടുക്കാൻ വേണ്ടി പോവാട്ടോ. ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കിങ്ങിണിയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒഴിച്ചത് കിങ്ങിണിയാണ്. അടുത്തത് ഇത് ഞാനാട്ടോ കേസ് ഒഴിച്ചത്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒഴിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഒഴിച്ചപ്പോൾ കിങ്ങിണിയുടെ കയ്യിൽ നിന്ന് അത് പോയായിരുന്നു. സോ പിന്നെ ഒന്നും കൂടെ സെറ്റാക്കിയതാട്ടോ. ഇതിപ്പോൾ തേർഡ് ഡേ ആണ്. നമ്മൾ അത് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്ത സംഭവത്തിനകത്ത് കുറേ മണ്ണില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ മണ്ണ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം കുറച്ച് മണ്ണ് കൂടുതലാവും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അതേ സ്ഥലത്ത് നല്ല മണ്ണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കളർ വ്യത്യാസം കാണാം. ഇതുപോലെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടണം. എന്നാലാണ് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ക്ലേ കിട്ടത്തുള്ളൂ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടാൻ തന്നെ നല്ല പാടാണ്. കുറച്ച് ദിവസം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് മണ്ണ് കിട്ടും കേട്ടോ കേസ്. പിന്നെ ഞാൻ ഇങ്ങനെ തേച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് വേഗം ഉണങ്ങി കിട്ടും കേസ്. നമ്മുടെ ക്ലേ നല്ല
എഫേർട്ടിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല സൂപ്പറായിട്ടുള്ള ക്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്ലേ. എങ്ങനെയുണ്ട് കേസ്? എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തവരാണെങ്കിൽ ഓടിപ്പോയതെല്ലാം ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. പിന്നെ ഈ ക്ലേ വെച്ചുള്ള വീഡിയോ അടുത്ത ഷോർട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഗേസ് ഇത്രയേ ഉള്ളൂ. ബൈ.